ഉണ്ടാക്കുന്നത് വീറ്റ് ഫ്ലോർ വെച്ചിട്ടുള്ള കോയിൻ പൊറോട്ടയാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആട്ട 1 കപ്പ്, മൈദ 3 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ, പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, അത് 2 ടേബിൾ സ്പൂൺ. പുളിയില്ലാത്ത തൈര് തന്നെ യൂസ് ചെയ്യണം. ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ. പിന്നെ കുഴയ്ക്കാൻ ആവശ്യമുള്ള പാല് ഏകദേശം അരക്കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നമുക്ക് എങ്ങനെ കുഴച്ചെടുക്കാം. വീറ്റ് ഫ്ലോറും മൈദയും കുറച്ചൊന്ന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈദ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് പഞ്ചസാര, ബേക്കിംഗ് പൗഡർ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഓയിലും തൈരും ചേർക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈര് വേണം ഉപയോഗിക്കാൻ. തൈര് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് കിട്ടും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് പാലൊഴിച്ച് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാൾ കുറച്ച് ലൂസാക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇതൊരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്തിട്ട് 1 മണിക്കൂറോളം ഒന്ന് വെക്കാം. അതിനുശേഷം കയ്യിലൊന്ന് എണ്ണ തടവിയിട്ട് ഇതൊന്നും കൂടി ഒന്ന് കുഴച്ച് ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. ചപ്പാത്തിനേക്കാളും കുറച്ച് ലൂസിൽ വേണം കുഴയ്ക്കാൻ. ഇത് ചെറിയ ചെറിയ ബോളാക്കി നമുക്ക് എടുക്കാം. ഇത് കോയിൻ പൊറോട്ട ആയതുകൊണ്ട് തന്നെ ഒരു 8 ബോൾസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതല്ല വലിയതാക്കിയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസപ്പെടുത്തേണ്ടി വരും. പിന്നെ ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മെൽറ്റായി കിട്ടും ഗീ. നമ്മൾ പരത്തുന്ന പാത്രത്തിൽ അതിൻ്റെ മീതെ നമുക്കൊന്ന് ഗീ തടവിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓരോ ബോൾസ് വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നല്ല കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. നമ്മൾ കുഴച്ച് വെച്ചതിന് ശേഷം 1 മണിക്കൂറോളം നമ്മളത് മൂടി വെക്കണം. നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് മൂടി വെക്കണം, കവർ ചെയ്ത് വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ബോൾസാക്കി എടുക്കുന്നുള്ളൂ. ആ ബോൾസ് ഇതുപോലെ കനം കുറച്ച് പരത്തിയിട്ട് നമ്മളൊന്ന് തിന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ലെയർ ചെയ്തെടുക്കുകയാണ്. ഒരു നൈഫ് വെച്ചിട്ട് അത് നല്ല തിന്നാക്കി കിട്ടുകയാണെങ്കിൽ നല്ല അധികം ലെയറായിട്ട് പൊറോട്ടയ്ക്ക് നല്ല ലെയർ കൂടുതൽ കിട്ടും. ഞാൻ ഇത്തിരി വീതിയിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. ചെറിയ പൊറോട്ട ആയതുകൊണ്ട് ഞാൻ ഇത്തിരി വീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല തിന്നാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല കുറച്ചും കൂടി തിന്നാക്കി കട്ട് ചെയ്താൽ മതിയാവും. അതിൻ്റെ മുകളിലായിട്ട് ഗീയും ഓയിലും കൂടിയുള്ള മിക്സ് ചെയ്യാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നന്നായി പരട്ടി കൊടുക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ ഓരോന്ന് വെടിച്ചെടുത്തിട്ട് നമുക്കിത് റോളാക്കി എടുക്കണം. ലെയർ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല തിന്നായിട്ട് കട്ട് ചെയ്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് റോളാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം. അതിൻ്റെ അറ്റം നമുക്ക് ബാക്കിലേക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയിട്ട് ഞാനതൊന്ന് നനഞ്ഞ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ സമയം വെക്കൊന്നും വേണ്ട, ഓരോന്ന് ഉണ്ടാക്കുന്ന അനുസരിച്ച് കവർ ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് കയ്യിൻ്റെ ഈ സൈഡ് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുക്കാം കനം കുറച്ചിട്ട്. ഇപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ പൊറോട്ട ഇട്ടിട്ട് ചുട്ടെടുക്കാം. കോയിൻ പൊറോട്ട ആയതുകൊണ്ട് നമുക്ക് 3 എണ്ണം ഇതിൽ ചുട്ടെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ പൊറോട്ട ആയതുകൊണ്ട് ചട്ടി നന്നായി ചൂടായതിന് ശേഷം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് ചുട്ടെടുക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലോണം ചൂടായതിന് ശേഷം
തീ കുറച്ചൊന്ന് വെച്ചിട്ട് വേണം നമുക്കിത് എപ്പോഴും ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇനി ഗീ പുരട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നില്ല. നിങ്ങൾക്കത് ഗീ തേച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മറിച്ചിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് നമുക്കൊന്ന് ചെറിയ തീയിലിട്ട് ചുട്ടെടുക്കാം. ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ ചുട്ടതിന് ശേഷം രണ്ട് പൊറോട്ട വെച്ചിട്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ പതുക്കൊന്ന് അടിച്ചു കൊടുത്താൽ ഒന്നും കൂടി ലെയർ വിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പൊറോട്ടയൊക്കെ 2 സൈഡും മൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. മൈദ പൊറോട്ട അടിക്കുന്ന പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് അടിച്ചു കൊടുക്കണ്ട. ചെറുതായിട്ടൊന്ന് വീറ്റ് പൊറോട്ട ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതിയാവും. ഇപ്പം തന്നെ ലെയറൊക്കെ ചെറുതായിട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് തട്ടി കൊടുക്കുമ്പോൾ അതൊന്നും കൂടി നല്ല ലെയറായിട്ട് കിട്ടും. ഇപ്പം നല്ല ലെയറൊക്കെ തിരിഞ്ഞ് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പൊറോട്ട നമ്മൾ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.